വേറെ ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ജിന്ന് കൂടാറുണ്ടായിരുന്നു. സുന്ദരികളായ പെൺകുട്ടികളുടെ ദേഹത്താണ് ജിന്ന് കൂടാ. ഇന്നൊരു ശൈത്താൻ കൂടാന്നാ പറയാ. ഇന്നൊരു ശൈത്താൻ ഇളക്കൽ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് പകലൊന്നും ശൈത്താൻ ഇളകൂല, രാത്രി ഇളകുള്ളൂ. എന്നിട്ട് ഈ പെൺകുട്ടിനെയും ശൈത്താൻ ഇളക്കാൻ വന്ന ശൈത്താനെയും കൂടി ഒരു റൂമിലാക്കിയിട്ട് നേരം വെളുക്കോളം മനുഷ്യന്മാര് പുറത്ത് കാത്തിക്കുക, ശൈത്താൻ ഇളകണവും കാത്ത്. അതുകൊണ്ടുണ്ടായി എന്തെല്ലാം ദുരന്തങ്ങൾ നാട്ടിൽ. ഇപ്പൊ എന്താ ശൈത്താൻ കൂടാത്തത്? ഇപ്പൊ എന്താ ശൈത്താൻ ഇളക്കലില്ലാത്തത്? ശൈത്താനൊക്കെ മറഞ്ഞുപോയോ? സലഫി പ്രസ്ഥാനം കേരളത്തിൽ വന്നോടെ സലഫി പ്രസ്ഥാനം ചെന്നോടത്തൊക്കെ ഇങ്ങനെ ശൈത്താൻ നീങ്ങി പോവുക. സുഹൃത്തുക്കൾ, ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. എങ്ങനെ ഈ ജിന്നുകൂടൻ, ജിന്നു പ്രേതത്തെ പറ്റി നമ്മളെ ആളുകൾക്ക് ഇപ്പോഴൊക്കെ ഒരാളെക്കാരൊരു വീട്ടിൽ തൂങ്ങി മരിക്കേ ആത്മഹത്യ ചെയ്ത് പിന്നെ ആ വീട്ടിൽ പോകാൻ എത്ര സെലഫിയാണെന്നാലും ഒരു ഇടങ്ങേറാ. കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശർഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയാണ്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫ് പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവൻ ഒന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പ് റിക്കാർഡിൽ സാധാ കാസറ്റാണ് ഇവന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. അപ്പൊ ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാതെ വല്ല ശേത്തൻ എന്റെ ദേഹത്ത് കയറുന്ന ആളുകൾക്ക്. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ അത് കൊള്ളാന്നൊക്കെ പറഞ്ഞു നോക്കി, ഒന്നും നിൽക്കുന്നില്ല. അതിലിവൻ ചാടിയും എണീറ്റ് പാടിന്റെ ടേപ്പ് റിക്കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞു. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പൊ അങ്ങനെ എന്നിട്ടിങ്ങനെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കം തുണന്ന മാതിരി, എന്താടാ നീ കാണിച്ച്? അല്ല അതാ ഇത് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിന്റെ അവിടെ ഇരുത്തിയിട്ട് കാസറ്റ് ഇട്ടാണല്ലോ, നൂറിന്ന് എന്തോ വന്നപ്പോ എന്റെ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ കൊലായിൽ ഞാൻ മാത്രമുള്ളൂ, കുട്ടികൾക്ക് അകത്താ. ഡോക്ടർ അബൂബക്കർ കടവത്തൂർ MSMന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ വാതിൽ വന്നപ്പോ അദ്ദേഹത്തെ കണ്ടു. നിങ്ങളിപ്പോ എന്താ അവിടെ റുഖിയ നടത്തി വെച്ചു? ഞാൻ റുഖിയ നടത്തിയൊന്നല്ല അബൂബക്കർ സാഹിബ്, ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് എന്നപ്പോ ഈ കാസറ്റ് വെറുതെ ഇട്ടുകൊടുത്ത് നോക്കിയാണ്. അപ്പൊ ഇതിന്റെ കോല എങ്ങനെയാ കാണുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനീയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ടാ അങ്ങനെ അളവില്ലോ എന്ന് അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായത്. എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സന്റെ ഒരു ചങ്ങായി ചെയ്യുന്നതാണ്. നമ്മളെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ്, നമ്മളെ ജമിയത്തിനും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം എന്ന് ഞാൻ അയാളോട്. ഇനി വേറെ ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ജിന്ന് കൂടാറുണ്ടായിരുന്നു. സുന്ദരികളായ പെൺകുട്ടികളുടെ ദേഹത്താണ് ജിന്ന് കൂടാ. ഇന്നൊരു ശൈത്താൻ കൂടാന്നാ പറയാ. ഇന്നൊരു ശൈത്താൻ ഇളക്കൽ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് പകലൊന്നും ശൈത്താൻ ഇളകൂല, രാത്രി ഇളകുള്ളൂ. എന്നിട്ട് ഈ പെൺകുട്ടിനെയും ശൈത്താൻ ഇളക്കാൻ വന്ന ശൈത്താനെയും കൂടി ഒരു റൂമിലാക്കിയിട്ട് നേരം വെളുക്കോളം മനുഷ്യന്മാര് പുറത്ത് കാത്തിക്കുക, ശൈത്താൻ ഇളകണവും കാത്ത്. അതുകൊണ്ടുണ്ടായി എന്തെല്ലാം ദുരന്തങ്ങൾ നാട്ടിൽ. ഇപ്പൊ എന്താ ശൈത്താൻ കൂടാത്തത്? ഇപ്പൊ എന്താ ശൈത്താൻ ഇളക്കലില്ലാത്തത്? ശൈത്താനൊക്കെ മറഞ്ഞുപോയോ? സലഫി പ്രസ്ഥാനം കേരളത്തിൽ വന്നോടെ സലഫി പ്രസ്ഥാനം ചെന്നോടത്തൊക്കെ ഇങ്ങനെ ശൈത്താൻ നീങ്ങി പോവുക. സുഹൃത്തുക്കൾ, ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. എങ്ങനെ ഈ ജിന്നുകൂടൻ, ജിന്നു പ്രേതത്തെ പറ്റി നമ്മളെ ആളുകൾക്ക് ഇപ്പോഴൊക്കെ ഒരാളെക്കാരൊരു വീട്ടിൽ തൂങ്ങി മരിക്കേ ആത്മഹത്യ ചെയ്ത് പിന്നെ ആ വീട്ടിൽ പോകാൻ എത്ര സെലഫിയാണെന്നാലും ഒരു ഇടങ്ങേറാ. ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാതെ വല്ല ശേത്തൻ എന്റെ ദേഹത്ത് കയറുന്ന ആളുകൾക്ക്. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി.